യുദ്ധം ആത്യന്തികമായി വിനാശകരം തന്നെയാണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പലവിധ വാർത്തകൾ വരുന്നു. ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സൈന്യം സ്വീകരിച്ച നടപടികൾ വളരെ കൃത്യമായ മറുപടി അതിന് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ യുദ്ധങ്ങൾ എപ്പോഴും നമ്മൾ യുദ്ധത്തെ പിന്തുണയ്ക്കണോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഹെഗൽ, തത്വചിന്തകനായ ഹെഗൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം കൊണ്ട് ചില നന്മകളും ഉണ്ടാകാറുണ്ടെന്നത്. യുദ്ധം ആത്യന്തികമായി വിനാശകരം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ചില ബൈ പ്രൊഡക്ട്സ് ആയിട്ട്, ഉപോൽപ്പന്നങ്ങളായിട്ട് ചില മനുഷ്യ നന്മകൾ സംഭവിച്ചു എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. ഹെഗലിനെ പോലെ, തത്വചിന്തകനായ ഹെഗലിനെ പോലെ വാദിക്കുന്നവരുണ്ട്. അതിന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഒട്ടേറെ കോളനികൾ, ഇന്ത്യ ഉൾപ്പെടെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ബ്രിട്ടീഷ് കോളനി, ഫ്രഞ്ച് കോളനി, മറ്റ് പോർച്ചുഗീസ് കോളനികളൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പോൾ സമുദായങ്ങൾ, സമൂഹങ്ങൾ സ്വാതന്ത്ര്യലബ്ധി കിട്ടാൻ, അവർക്ക് കിട്ടാൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധങ്ങൾ യുദ്ധം സഹായിച്ചു. അതുപോലെ പല യുദ്ധങ്ങളും അങ്ങനെ ജനങ്ങളെ മോചിപ്പിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ആത്യന്തികമായി യുദ്ധം വിനാശകരം തന്നെയാണ്. അതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും, ഏത് രാജ്യത്തായാലും. പിന്നെ പഴയ യുദ്ധ സിദ്ധാന്തമൊന്നും ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. യുദ്ധത്തിൻ്റെ രീതികൾ മാറി. ഇപ്പം ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ കാർഗിൽ, അത് അന്ന് പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷാറഫ്, മുൻ സൈനിക മേധാവി, അടിച്ചേൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു കാർഗിൽ ഇന്ത്യക്ക് മേൽ. പക്ഷെ ഇന്ത്യ അത് തിരിച്ചടിച്ചു, ശക്തമായ മറുപടി കൊടുത്തു. പക്ഷെ കാർഗിൽ പോലെ ഒരു യുദ്ധമൊന്നും ഇനിയും ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യുദ്ധത്തിൻ്റെ ഗതി മാറി, യുദ്ധത്തിൻ്റെ സാങ്കേതിക വിദ്യ മാറി, ടെക്നോളജി മാറി. യുദ്ധത്തിൽ ആളില്ലാ യുദ്ധങ്ങളുടെ കാലമായി, ഡ്രോൺ യുദ്ധങ്ങളുടെ കാലമായി. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം ഒരു കൊല്ലം കഴിയുന്നു, 1.5 കൊല്ലമാകുമ്പോൾ, 1.5 വർഷം കഴിയുന്നു. ഇപ്പോഴും യുക്രൈൻ എന്ന് പറയുന്ന ഒരു ചെറു രാജ്യത്തെ കീഴടക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല, റഷ്യൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയൊരു സൈനിക ശക്തിയാണ് റഷ്യ, ചൈന, അമേരിക്ക, ഇന്ത്യ, അങ്ങനെ 4-5 വൻ ശക്തികൾ, സൈനിക ശക്തികളിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യത്തിന്, ഒരു ചെറു രാജ്യത്തെ, പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന വിട്ടുപോയ റിപ്പബ്ലിക്കായ യുക്രൈനെ കീഴ്പ്പെടുത്താൻ ഇപ്പോഴും റഷ്യക്ക്, വ്ളാദിമിർ പുടിൻ്റെ സൈന്യത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഡ്രോൺ യുദ്ധം, നാറ്റോ, അമേരിക്ക ഉൾപ്പെടെ സഹായിച്ച ഡ്രോൺ യുദ്ധം, ആളില്ലാ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഇങ്ങനെ മിന്നൽ വേഗത്തിൽ, മിന്നൽ പിണറായി പോലെ ഇങ്ങനെ പറക്കുമ്പോൾ, മിന്നൽ പിണറായി എന്ന് പറയുന്ന പ്രയോഗം അതാണ്. ഡ്രോണുകളാണ് യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങളിൽ, ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ വളരെ കൃത്യമായ ആക്രമണം, അതിന് പിന്നിൽ സാങ്കേതിക വിദ്യ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവി യുദ്ധങ്ങളെന്ന് പറയുന്നത് ആളില്ലാ ഡ്രോൺ യുദ്ധങ്ങളാണ്. അതിന് ഓരോ രാജ്യവും അതിന് വൻ മുതൽ മുടക്ക് നടത്തണം. പ്രതിരോധ ബജറ്റിൽ, ഡിഫൻസ് ബജറ്റിൽ. നമ്മൾ പരമ്പരാഗത യുദ്ധത്തിൻ്റെ, പരമ്പരാഗത സൈന്യശക്തിയെ പറ്റി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പരമ്പരാഗത സൈനിക ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ പാകിസ്ഥാന് മേൽ കൃത്യമായ, വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്കുണ്ട്. 3 സൈന്യ വിഭാഗങ്ങൾ എടുത്താലും, കരസേന, നാവികസേന, വ്യോമസേന, ഈ 3ലും ഇന്ത്യക്ക് കരുത്ത്, മേൽക്കൈയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഭാവി യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ സൈനിക ബലം മാത്രമല്ല. നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണമോ, അല്ലെങ്കിൽ നമ്മുടെ കരസേനയുടെ ഇത്ര കോടി ഭടന്മാരുള്ള സൈന്യമോ, അല്ലെ ഇത്ര യുദ്ധ ടാങ്കുകളുണ്ടെന്നോ, ഇത്ര യുദ്ധവിമാനങ്ങളുണ്ടെന്നോ, അത് മാത്രമല്ല ഭാവി യുദ്ധത്തെ തീരുമാനിക്കുന്നതിൻ്റെ ഫലത്തെ തീരുമാനിക്കുന്നത്. അവിടെ സാങ്കേതിക വിദ്യയിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് യുക്രൈൻ യുദ്ധം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പരമ്പരാഗത ശക്തി നോക്കിയാൽ ഇന്ത്യയുടെ മേൽക്കൈ, പ്രതിരോധത്തിന്, ഡിഫൻസിന്, ഇന്ത്യയെ സംരക്ഷിക്കാൻ ചെലവഴിക്കുന്ന
തുക, ബജറ്റിന്റെ വിഹിതം തന്നെ നോക്കിയാൽ പാകിസ്ഥാനേക്കാൾ 10 മടങ്ങാണ് ഇന്ത്യ വിനിയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ അവിടെ അടുത്തുപോലും വരുന്നില്ല. ഇപ്പം 2025-26 കണക്കെടുത്താൽ, ഏറ്റവും പുതിയ കണക്കെടുത്താൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് $79 ബില്യൺ. നോട്ട് മില്യൺ, ബില്യൺ. $79 ബില്യൺ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റ്, കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ്. പാകിസ്ഥാന് $7.6 ബില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പണമില്ല, ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ കടമെടുക്കാൻ നോക്കുന്നു, IMF-ന്നോ എവിടുന്നൊക്കെ കടം കിട്ടുമോ അതെല്ലാം വാങ്ങാൻ നോക്കുന്നു. പക്ഷേ തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് രാജ്യാന്തര നാണയ നിധികൾ, IMF-ഓ വേൾഡ് ബാങ്കോ ഒന്നും കാര്യമായിട്ട് കൂടുതൽ സഹായം കൊടുക്കുന്നില്ല. അത് പാകിസ്ഥാനെ ക്രിപ്പിൾ ചെയ്യുന്നുണ്ട്, പിടിച്ച് വല്ലാണ്ട് ഉലയ്ക്കുന്നുണ്ട്, പിടിച്ച് മുറുക്കുന്നുണ്ട്. അപ്പോൾ സേനയുടെ നവീകരണം ഒരു വലിയ വിഷയമാണ്. ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇന്ത്യക്ക് കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയൊക്കെ നേരിടാൻ വേണ്ടി, ഭാവി സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിന് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നാവികസേന, വ്യോമസേന, കരസേന എടുത്താൽ നമ്മുടെ മേൽക്കൈ അവിടെ നിൽക്കട്ടെ. അപ്പോൾ തന്നെ നവയുഗ യുദ്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കും. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അവിടെയാണ് ഡ്രോണുകളുടെയൊക്കെയുള്ള കടന്നുവരവ്. യുദ്ധ മുന്നണിയിൽ ആളില്ലാ വിമാനങ്ങൾ യുദ്ധം നയിക്കുക, വളരെ കൃത്യതയോടെ നയിക്കുക എന്ന് പറയുന്നത് അവിടെയാണ്. ഒരു പൈലറ്റ് വിമാനം ഓടിച്ചു പോകേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ സൈന്യത്തിലെ 2 വനിതകൾ ഇപ്പൊ ഈ യുദ്ധ മുന്നണിയിൽ ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തിൽ നേതൃത്വം കൊടുത്തതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചു. നാളത്തെ യുദ്ധത്തിൽ ഈ വനിതകൾ പോലും കയറി പൈലറ്റായിട്ട് പോകേണ്ട കാര്യമില്ല. ഒരു ആണും പൈലറ്റായിട്ട് പോകേണ്ട കാര്യമില്ല. യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയായിരിക്കും എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, IT അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ സൈന്യത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിലെങ്ങനെ പണം മുടക്കാൻ പറ്റും, അവിടെയാണ് പ്രധാനം. അപ്പം IT ബേസ്ഡ് ആയിട്ടുള്ള യുദ്ധമുറകളിലേക്ക് രാജ്യങ്ങൾ പോകേണ്ടി വന്നിരിക്കുന്നു. പല രാജ്യങ്ങൾ ആ വഴിക്ക് വലിയ ഗവേഷണം നടത്തുന്നുണ്ട്. നിർമ്മിത ബുദ്ധി, മനുഷ്യബുദ്ധിയേക്കാൾ വലുതായിരിക്കും നിർമ്മിത ബുദ്ധി, മനുഷ്യൻ നിർമ്മിച്ച യന്ത്രത്തിൻ്റെ ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ തലച്ചോറിനെ മറികടക്കുന്ന തലച്ചോറ്, കൃത്രിമ തലച്ചോറുണ്ടാക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. വലിയ വിഖ്യാത ശാസ്ത്രജ്ഞനായ, വലിയ ഫിസിക്സ് ശാസ്ത്രജ്ഞനായ സ്റ്റീവൻ ഹോക്കിംഗ് പറഞ്ഞൊരു വാചകം, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം പറഞ്ഞൊരു വാചകം, ലോകത്തിന്റെ അന്ത്യം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന നിർമ്മിതി ബുദ്ധിയിലായിരിക്കുമെന്നാണ് സ്റ്റീവൻ ഹോക്കിങ്സ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വെറുതെ പറയുന്ന ഒരാളല്ല. എന്തുകൊണ്ടാണ് ഇത്? വളരെ അപകടകരമായ ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. പക്ഷെ അതിനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും യുദ്ധ മുന്നണിയിൽ പോലും, പ്രതിരോധത്തിൽ, ഡിഫൻസിൽ പോലും, സൈന്യത്തിൽ പോലും എന്നുള്ളതിൻ്റെ കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ റോബോട്ടിക്സ് വരും, ഇതിൻ്റെ അകത്ത് ഡ്രോൺസ് വരും, ഡ്രോണുകൾ വരും, ആളില്ല വിമാനം എന്ന് പറഞ്ഞല്ലോ. അതേപോലെ സൈബർ സുരക്ഷ. ഒരു രാജ്യം മറ്റൊരു ശത്രു രാജ്യത്തിൻ്റെ സൈനിക നീക്കങ്ങളെയെല്ലാം ഇല്ലാണ്ടാക്കാൻ സൈബർ ആക്രമണം, സൈബർ അറ്റാക്ക് ചെയ്യാം. അറ്റാക്ക് ചെയ്യുമ്പോൾ സംവിധാനങ്ങളെല്ലാം പണിമുടക്കാം, നിർവീര്യമാകാം, പ്രവർത്തിക്കാതിരിക്കാം കുറേ സമയം നേരത്തേക്ക്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ, മറ്റേ ശത്രുരാജ്യം ഒരു രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സൈബർ അറ്റാക്കിലൂടെ, ഹാക്കിങ്ങിലൂടെ പിടിച്ചെടുത്തിട്ട് തിരിച്ച് അടിക്കാൻ അവർക്ക് സാധിക്കും. അത് ഇന്ത്യക്കും സാധിക്കും, പാകിസ്ഥാനും സാധിക്കും, അമേരിക്കയ്ക്കും പറ്റും, റഷ്യയ്ക്കും പറ്റും, അല്ലെ ചൈനയ്ക്കും പറ്റും. അപ്പം നമുക്ക് ദീർഘദൂര മിസൈലുകളുണ്ട്, പാകിസ്ഥാൻ അത്രയും ഇല്ല. നമുക്ക് അഗ്നിയുണ്ട്, പൃഥ്വിയുണ്ട്, ഒരു ഭൂഖണ്ഡം മറികടന്ന് പോകാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ, അണുവായുധ പോർമുനയുള്ള മിസൈലുകൾ വരെ നമുക്കുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് മേനി പറയുമ്പോഴും ഭാവി യുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമാകുക
ഈ പറയുന്ന നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയിലെ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിരിക്കും യുദ്ധത്തെ പോലും നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോണിക് വാർഫെയർ ആണ് ഭാവി വാർഫെയർ യുദ്ധം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിനെ അടിസ്ഥാനപ്പെടുത്തി, IT അടിസ്ഥാനപ്പെടുത്തി, നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാവി യുദ്ധങ്ങളാണ് ഇനി ലോകത്ത് നടക്കാൻ പോകുന്നത്. അവിടെ ആരാണ് മേൽക്കൈ നേടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പരമ്പരാഗത സൈനിക ശക്തി വെച്ചിട്ട് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ളത് ചൈനയ്ക്കാണ്. പിന്നെ ഇന്ത്യക്കുണ്ട്, റഷ്യക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, പിന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ, പാകിസ്ഥാനും അത്യാവശ്യം ഇന്ത്യയുമായിട്ട് അത്രയും അടുത്ത് വരില്ലെങ്കിലും പരമ്പരാഗത സൈനിക ശക്തിയിൽ പാകിസ്ഥാനുമുണ്ട്. ആദ്യത്തെ 5-8 രാജ്യങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് പാകിസ്ഥാനും വരുന്നുണ്ട്. ഇന്ത്യ 4-5 സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേനി നടിക്കുമ്പോഴും ഭാവിയുടെ യുദ്ധമുണ്ടായാൽ ഭാവിയുടെ യുദ്ധം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. അത് മനുഷ്യനിർമ്മിത ബുദ്ധിയായിരിക്കും ഭാവി യുദ്ധങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അതുപോലെ ലോജിസ്റ്റിക്സ് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതായത് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ എത്തിക്കുക, അതായത് ഗതാഗതം ഉൾപ്പെടെ, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, ഒരു പദമാണ്. അത് ഗതാഗതം ഉൾപ്പെടെ, സാങ്കേതിക വിദ്യയുടെ വിന്യാസം ഉൾപ്പെടെ, എത്രയും പെട്ടെന്ന് വിവരങ്ങൾ കൈമാറുക, ഇതെല്ലാം ലോജിസ്റ്റിക്സിൽ വരും. അപ്പോൾ ഭാവി യുദ്ധങ്ങളിൽ ലോജിസ്റ്റിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാങ്കേതിക വിദ്യയുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കാർഗിലും ഒന്നുമല്ല പുതിയ യുദ്ധങ്ങൾ ഇനി വരാൻ പോകുന്നത്. കാർഗിൽ കഴിഞ്ഞ യുദ്ധമാണ്. അതിനെ നമ്മൾ ഇനി ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ നിന്ന് പല പാഠങ്ങളും ഈ ലോകത്തെ പല രാജ്യങ്ങൾക്കും പഠിക്കാനുണ്ട്. ഒരു ചെറു രാജ്യം ഒരു വലിയ രാജ്യത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നു, യുക്രൈൻ റഷ്യയോട് കാണിക്കുന്ന കളി 1.5 വർഷമായിട്ട്. പക്ഷെ അതിന് സഹായം യുക്രൈൻ എവിടുന്നൊക്കെ കിട്ടി എന്നുള്ളത് നാറ്റോ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പം യുദ്ധത്തിൻ്റെ വിഗതികൾ മാറുകയാണ്. അങ്ങനെ ഭാവി യുദ്ധങ്ങൾ നമ്മൾ ഇന്നുവരെ കണ്ട യുദ്ധങ്ങളൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പരമ്പരാഗത ശക്തി താരതമ്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറയാം, നമുക്ക് മേൽക്കൈയുണ്ട്, ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽക്കൈയുണ്ട്. പക്ഷേ അത് മാത്രം പോരാ. ഭാവി യുദ്ധങ്ങൾക്ക് സാങ്കേതിക വിദ്യ വളരെ പ്രധാനമാണ്. അത് കൊണ്ടുവരാൻ പ്രതിരോധ ബജറ്റിൽ അതിന് തുക നീക്കിവെക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്കൊരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ.